ശലഭങ്ങളെ, അസ്സലാമു അലൈക്കും. പ്രൗഢമായ ഈ വേദിയിൽ നിങ്ങളോട് ഞാനൊരു കൊച്ചു കഥ പറയാം. ശ്രദ്ധിച്ചു കേൾക്കുമല്ലോ. വിസ്മയിപ്പിച്ച വിരുന്ന് സൽക്കാരം. ഇതാണ് എൻ്റെ കഥയുടെ പേര്. വിശപ്പ്, കൊടും വിശപ്പ്. അതിശക്തമായ വിശപ്പും സഹിച്ച് യുദ്ധമുഖത്ത് അവർ കിടങ്ങ് കീറുകയാണ്. ഈ രംഗം കണ്ട് ജാബിർ റളിയല്ലാഹു അൻഹുവിന് ഒട്ടും സഹിച്ചില്ല. ജാബിർ റളിയല്ലാഹു അൻഹു എന്തു ചെയ്തെന്നോ കൂട്ടുകാരെ? വേഗം ഒരാട്ടിൻകുട്ടിയെയും അല്പം ഗോതമ്പ് മാവും സംഘടിപ്പിച്ച് തൻ്റെ വീട്ടിലേക്ക് മടങ്ങി. ഭാര്യയായ സുഹൈല ബീവി റളിയല്ലാഹു അൻഹയെ വിളിച്ചു. സുഹൈല, ഓ സുഹൈല. പരിഭ്രമത്തോടെയുള്ള വിളി കേട്ട് വേഗം ഭർത്താവിൻ്റെ മുന്നിൽ വന്നു നിന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വിശക്കുന്നു, നീ വേഗം പോയി ഭക്ഷണങ്ങൾ ഉണ്ടാക്കി. ജാബിർ റളിയല്ലാഹു അൻഹു കത്തി മൂർച്ചയാക്കി ആടിനെ അറുത്തു. അതിവേഗം തിരുനബിയെ ക്ഷണിക്കാൻ അവിടുത്തെ ചാരത്തേക്ക് നീങ്ങി. പിന്നെ വീട്ടിൽ സംഭവിച്ചതൊന്നും ജാബിർ റളിയല്ലാഹു അൻഹു അറിഞ്ഞില്ല. എന്താ സംഭവിച്ചതെന്നോ കൂട്ടുകാരെ? ജാബിർ റളിയല്ലാഹു അൻഹു ആടിനെ അറുത്ത രംഗം തൻ്റെ 4ഉം 2ഉം വയസ്സുള്ള പിഞ്ചു മക്കൾ നോക്കി കണ്ടിരിക്കുന്നു. മൂത്തവൻ അനിയനോട് ചോദിച്ചു, അനിയ, ഉപ്പ ആടിനെ അറുത്തതുപോലെ ഞാൻ നിന്നെ അറുത്തോട്ടെ? എന്താണ് അറവെന്നോ എന്താണ് മരണമെന്നോ ഒന്നും നിശ്ചയമില്ലായിരുന്നു. കുഞ്ഞു മക്കളാണല്ലോ അവർ. അങ്ങനെ ജാബിർ റളിയല്ലാഹു അൻഹു ആടിനെ അറുത്തതുപോലെ മൂത്ത മകൻ ഇളയ മകനെ മലർത്തി കിടത്തി അറുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, തൻ്റെ പിഞ്ചു കഴുത്തിൽ നിന്ന് നക്ഷത്ര പൂക്കൾ പോലെ രക്തം ചാലിട്ടൊഴുകി. പേശികൾ വലിഞ്ഞു മുറുകി. അടയാൻ പോകുന്ന കണ്ണുകൾ ഇക്കാകെ ദയനീയമായി നോക്കി. എന്തു ചെയ്യണമെന്നറിയാതെ മൂത്തവൻ തിടുക്കത്തിൽ നിന്ന് അവിടം വിട്ട് ഓടുന്നു. ഓടുന്നയിടയിൽ മറ്റൊന്നും കൂടി സംഭവിച്ചു. കത്തിയുടെ മുകളിലേക്ക് തെന്നി വീണു. ഇന്നാലില്ല. ജ്യേഷ്ഠനും ഈ ലോകത്തോട് വിട പറയുകയാണ്. മരണത്തിന്റെ ഇരുൾ നിറഞ്ഞ പാതിയിലേക്ക് ഒരു വീട്ടിലെ 2 മക്കൾ, അതും ഒരേ സമയം. താങ്ങാൻ കഴിയുമോ ഇത്? സുഹൈല ബീവി റളിയല്ലാഹു അൻഹ, സ്നേഹനിധിയായ ഉമ്മ, എങ്ങനെ ഇത് താങ്ങും? ഇല്ല, ലോകത്ത് ഒരു ഉമ്മക്കും ഇത് താങ്ങാൻ കഴിയില്ല. അങ്ങനെ ജാബിർ റളിയല്ലാഹു അൻഹുവിനെ ക്ഷണം സ്വീകരിച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും ജാബിർ റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലെത്തി. സുഹൈല ബീവി റളിയല്ലാഹു അൻഹ ആകെ ബേജാറായി. കടൽ പോലെ പ്രക്ഷുബ്ധമായിരുന്ന സുഹൈല ബീവി റളിയല്ലാഹു അൻഹയുടെ മനസ്സ് ഒരു ഭാഗത്ത് പ്രവാചകരോടുള്ള ഇഷ്കം ഓളം വെട്ടുന്നു. അത് തീരങ്ങളെ ചുംബിക്കുന്ന തിരമാലകളെ പോലെ സുഹൈല ബീവി റളിയല്ലാഹു അൻഹയുടെ മനസ്സിലേക്ക് വാരി പുണർന്നപ്പോൾ ഒരു തരത്തിലൊക്കെ ക്ഷമ കിട്ടി. ഇങ്ങനെ ഓരോന്നാലോചിച്ചിരിക്കുമ്പോഴാണ് ജാബിർ റളിയല്ലാഹു അൻഹുവിൻ്റെ സ്നേഹത്തോടെയുള്ള വിളി വീണ്ടും കേൾക്കുന്നത്. സുഹൈല, ഓ സുഹൈല. ആ വിളി അങ്ങ് കേട്ടതോടെ സുഹൈല ബീവി റളിയല്ലാഹു അൻഹയുടെ മനസ്സിന് ഒരു കുളിര് വീശി. പ്രവാചകരോടുള്ള പ്രേമത്തിൻ്റെ കുളിര്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കഴിക്കാൻ ഭക്ഷണങ്ങളൊക്കെ എടുത്തു വെക്കുകയും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഴിക്കാനിരിക്കുകയും ചെയ്തപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ചോദ്യം, എവിടെ ജാബിർ, നിന്റെ മക്കൾ? ജാബിർ തങ്ങൾ സുഹൈല ബീവിയോട് ചോദിച്ചു. മക്കളുടെ വിഷയം മാറ്റാൻ പലതരത്തിലും സുഹൈല ബീവി റളിയല്ലാഹു അൻഹ ശ്രമിച്ചു. പക്ഷേ വീണ്ടും വീണ്ടും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കളെ ചോദിക്കുകയാണ്. ഒടുവിൽ ആ സത്യം സുഹൈല ബീവി റളിയല്ലാഹു അൻഹ ഗദ്ഗദത്തോടെ പറഞ്ഞു. കണ്ണീരിൽ കുതിർന്ന ജാബിർ റളിയല്ലാഹു അൻഹു വിഷയങ്ങളെല്ലാം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവതരിപ്പിച്ചു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറഞ്ഞു, ഞാൻ തന്നെ അവരെ വിളിക്കാം. യബ്ന ജാബിർ, ജാബിറിന്റെ 2 മക്കളെ, വരൂ. അത്ഭുതം, അത്യത്ഭുതം. ചോരയിൽ പുതച്ചു മൂടിയ ആ 2 മക്കൾ അനുസരണയുള്ള മക്കളെ പോലെ അതാ എഴുന്നേറ്റ് വരുന്നു. അവരുടെ കണ്ണുകൾക്ക് അത് വിശ്വസിക്കാനേ കഴിയുന്നില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിളിച്ചാൽ വരുമല്ലോ. അങ്ങനെ ആ വിസ്മയം തീർത്ത വിരുന്ന് സൽക്കാരത്തിന് ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ വീട് സാക്ഷിയായി. കൂട്ടുകാരെ, ആരംഭ പൂവിനോടുള്ള അതിരുകളില്ലാത്ത സ്നേഹം ഈ കഥയിലൂടെ നമുക്കെല്ലാവർക്കും വായിച്ചു കൊടുക്കാമല്ലോ. അല്ലാഹു സുബ്ഹാനഹു തആല സുഹൈല ബീവി റളിയല്ലാഹു അൻഹയുടെ ഈമാൻ നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.